ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ 3 മിസ്റ്റേക്സ് നമ്മൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ടുള്ള സാധ്യത അത് വർദ്ധിപ്പിക്കും കേട്ടോ. ആ മിസ്റ്റേക്സ് ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് കൺസീവ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. ഒരിക്കലും ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മുടെ ചാനലിൽ പറയുന്ന ഒരു ടിപ്സും തന്നെ. ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസും കൂടി ഇതുപോലെ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ട് അത് സഹായിക്കും കേട്ടോ. ഇവിടെ സംസാരിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ആദ്യത്തെ മിസ്റ്റേക്കാണ് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം സോക്സ് ഉപയോഗിക്കാത്തത്. നമുക്കിപ്പോൾ മൊത്തത്തിലുണ്ടാകുന്ന ക്ലൈമറ്റ് കുറച്ച് തണുപ്പുള്ളൊരു ക്ലൈമറ്റാണ് കേരളത്തിൽ. ഇനി കേരളത്തിന് പുറത്താണ് നിങ്ങൾ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ രാത്രി സമയത്ത് അമിതമായിട്ടുള്ള ചൂടുണ്ടെങ്കിൽ നിങ്ങൾ പലരും തന്നെ ഇപ്പോൾ AC ഉപയോഗിച്ചിട്ട് കിടക്കാറുണ്ട്. നമ്മൾ രാത്രി ആകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് നേരം ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ കാൽപാദം വാമായിട്ടുള്ളൊരു ടെമ്പറേച്ചറിൽ ഇരുന്നിട്ടില്ലെങ്കിൽ അത് നമ്മുടെ യൂട്രസിനെ അഫക്റ്റ് ചെയ്യാനായിട്ട്, അതിൻ്റെ ബ്ലഡ് ഫ്ലോയിലോട്ട് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. നിങ്ങൾ ഫുഡ് റിഫ്ലെക്സോളജിയെ പറ്റി കേട്ടിട്ടുണ്ടാകും. നിങ്ങൾ ഒരുപാട് എക്സിബിഷനൊക്കെ പോയപ്പോഴേക്കും ഇങ്ങനെ ഫുഡിൻ്റെ ഒരു മസാജ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഷൂസും അതുപോലെ ബാക്കിയുള്ള മസാജിങ് എക്യുപ്മെൻറ്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഒരുപാട് അവയവങ്ങൾ വന്ന് എൻഡ് ആകുന്ന ഒരു പോയിന്റാണ് ഈ കാലിൻ്റെ പുറകിലുള്ള ഭാഗം എന്ന് പറയുന്നത്. ആ ഭാഗത്തെ നമ്മൾ എപ്പോഴും ഒരു വാമായിട്ടുള്ളൊരു ടെമ്പറേച്ചറിൽ വേണം കാത്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കോൾഡായി പോകുന്ന സമയത്ത്, കൂടുതൽ തണുപ്പ് കാലിൽ അനുഭവപ്പെടുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് ഫ്ലോയിനെ അത് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ കഴിവതും നമ്മൾ സോക്സ് ധരിച്ചുറങ്ങാനായിട്ട് നോക്കുക. ഇത് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ടുള്ള ഒരു ചാൻസസ് നന്നായിട്ട് കുറയ്ക്കുന്നു. ആയുർവേദം ഏറ്റവും കൂടുതൽ പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് രാത്രി കിടക്കുന്ന സമയത്ത് സോക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എത്രത്തോളം പുതച്ച് കിടന്നാലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ ചിലപ്പോൾ ഒരു പുതപ്പിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഞാനിപ്പോൾ വർഷങ്ങളായിട്ട് കാലിൽ സോക്സ് ധരിച്ച് ഉറങ്ങുന്ന ഒരാളാണ്. എനിക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുന്നുണ്ട്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി കേരളത്തിൽ താമസിക്കുന്നവർക്ക് നമുക്ക് ക്ലൈമറ്റ് നല്ല തണുപ്പുള്ളൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് മാക്സിമം നമ്മൾ സോക്സ് ധരിച്ച് തന്നെ ഉറങ്ങുക. പലരുടെയും വീട് ഇപ്പോൾ ടൈല് നിലത്തിട്ടതായിരിക്കും. ആ ഒരു ടൈലിൻ്റെ സമയത്ത് നമ്മൾ ഒരുപാട് നേരം ടൈലിൽ നിന്നിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാലും അതും നമുക്ക് മുട്ടുവേദനയും അതുപോലെ കാലിൻ്റെ തൊടയുടെ ഭാഗത്തൊക്കെ വേദന ഉണ്ടാക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇങ്ങനെ നമുക്ക് ഉണ്ടാകുന്നത് ആ ഒരു ബ്ലഡ് സർക്കുലേഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടിട്ടാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളും കഴിവതും സോക്സോ അതുപോലെ ഷൂവോ ഒക്കെ ധരിച്ചിട്ട് വീടിനകത്ത് നിൽക്കാനായിട്ട് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് എക്സ്ട്രീമായിട്ട് കോൾഡുള്ള ഫുഡ് ഐറ്റംസും അതുപോലെ ഐസ്ക്രീംസ് ആണെങ്കിലും ജ്യൂസസ് ആണെങ്കിലും ഡ്രിങ്ക്സ് ആണെങ്കിലും നമ്മൾ അധികം കോൾഡ് ഉള്ളത് ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 1-2 തവണ ഓവുലേഷൻ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടൊന്നും പ്രശ്നമില്ല. പക്ഷെ ചില ആളുകൾ തണുപ്പ് വെള്ളം മാത്രം കുടിക്കുന്ന ആളുകളുണ്ട്. അതായത് നോർമലായിട്ട് നമ്മൾ വെള്ളം കുടിക്കുന്നത് തണുപ്പുള്ള വെള്ളം മാത്രം കുടിക്കുന്നവരുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തണുപ്പ് വെള്ളം കുടിക്കുന്നതും ശരീരത്തിന് നല്ലതല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഈ ഒരു മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം ബോഡിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് മാത്രമല്ല, ഓവുലേഷൻ നടക്കുന്ന സമയത്താണെങ്കിലും ഷൂസ് ധരിച്ചിട്ട് നമ്മൾ പുറത്ത് വീടിനകത്ത് ചെരുപ്പ് ധരിച്ചിട്ട് നമ്മൾ നിൽക്കുന്നതും അതുപോലെ നമ്മൾ സോക്സ് ധരിച്ച് കിടന്നുറങ്ങുന്നതും ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ അണ്ടാശയമൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയം എന്ന് പറയുന്നത് നമ്മൾ മൈൽഡ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യേണ്ട സമയമാണ്. പക്ഷേ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഒരിക്കലും നമ്മൾ ലോവർ അബ്ഡമൻ പോർഷനിൽ ജെർക്കിംഗ് എഫക്റ്റ് വരുന്ന തരത്തിലുള്ള എക്സസൈസ് ചെയ്യാനായിട്ട് പാടില്ല. ഫാറ്റ് ലോസിനും വെയിറ്റ് ലോസിനും വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകൾ കാർഡിയോ വർക്കൗട്ട്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ടും കിടന്നിട്ട് എഴുന്നേക്കുന്ന ടൈപ്പിലുള്ള എക്സസൈസുകൾ കൂടുതലായിട്ട് ചെയ്യുന്നവരുണ്ട്. അതുപോലെ നമ്മൾ വേറെ എന്തെങ്കിലുമായിട്ട് ലോവർ അബ്ഡമൻ പോർഷനിൽ ജെർക്കിംഗ് എഫക്റ്റ് നല്ലോണം ഒന്ന് കുലുങ്ങുന്ന ടൈപ്പുള്ള എക്സസൈസുകൾ ഉണ്ടല്ലോ, അങ്ങനെയുള്ള എക്സസൈസ് ഒന്നും നമ്മൾ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ചെയ്യാനായിട്ട് പാടില്ല. അതിനർത്ഥം ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു തരത്തിലുള്ള എക്സസൈസും ചെയ്യരുത് എന്നല്ല. ഓവുലേഷൻ കഴിയുന്ന സമയത്ത് നമ്മൾ എക്സസൈസ് ചെയ്താൽ അത് ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് ഫെർട്ടിലിറ്റി എക്സസൈസുകളായിരിക്കണം. ഫെർട്ടിലിറ്റി എക്സസൈസ് അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി യോഗ പോസസ് ഒക്കെ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രത്യുൽപാദന അവയവങ്ങളിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള എക്സസൈസുകൾ മാത്രമേ നമ്മൾ കൂടുതലായിട്ട് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ചെയ്യാൻ പാടുള്ളൂ. അതല്ലാതെ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഒരുപാട് നമ്മൾ സൈക്ലിംഗ് ചെയ്യുന്നത് അതുപോലെ ഒരുപാട് നമ്മൾ തയ്യൽ മെഷീൻ ചവിട്ടുന്നതൊക്കെ നമുക്ക് ശരീരത്തിന് നല്ലതല്ല. എന്ന് വെച്ചിട്ട് തയ്യൽ ജോലി ചെയ്യുന്നവർ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ജോലി ചെയ്യരുത് എന്നല്ല.
നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ ഇരുന്നിട്ട് ഡ്രസ്സ് തയ്ച്ച് തീർക്കാതെ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ആയി നടന്ന് ഇരുന്ന് അങ്ങനെയൊക്കെ ജോലികൾ ചെയ്യാൻ നോക്കുക കേട്ടോ. ഒരിക്കലും ഒറ്റ സ്ട്രെച്ചിൽ ബോഡിയെ ടയേർഡ് ആക്കുന്ന തരത്തിലുള്ള എക്സസൈസ് ചെയ്യാനായിട്ട് പാടില്ല. ഇനി ഓവുലേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ പേര് യൂട്യൂബിന്റെ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫെർട്ടിലിറ്റി എക്സസൈസിന് സൈഡിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് ഫെർട്ടിലിറ്റി എക്സസൈസിന്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുക. ഇത് പ്രത്യുൽപാദന അവയവങ്ങളിലോട്ട് രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും എൻഡോമെട്രിയം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും എൻഡോമെട്രിയം ഷെഡായി പോകുന്ന സിറ്റുവേഷൻസ് പ്രിവെന്റ് ചെയ്ത് വേഗത്തിൽ പ്രഗ്നൻസി പിടിച്ചു കിട്ടിയത് സർവൈവ് ചെയ്ത് പോകുന്നതിന് ഉണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഒരുക്കും കേട്ടോ. അടുത്തതായിട്ട് ഓവുലേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഒട്ടും ചെയ്യാൻ പാടില്ലാത്തൊരു മിസ്റ്റേക്കാണ് ഓവറായിട്ട് നമ്മൾ കൺസേൺ കൊടുക്കുന്നത്. അതായത് ചില ആളുകൾ നമ്മുടെ ശരീരത്തിലെ പ്രഗ്നൻസിയുടെ സിംറ്റംസ് ഭയങ്കര വിസിബിൾ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അത് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് വെരി നെക്സ്റ്റ് ഡേ തന്നെ മൈൽഡ് ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടാകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഒട്ടും തന്നെ സിംറ്റംസ് ഇല്ലാത്ത അല്ലെങ്കിൽ ഭയങ്കര വിയേർഡായിട്ട് ഇതൊരു പ്രഗ്നൻസി ലക്ഷണമാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഓവുലേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് ഈ ലക്ഷണം ഉണ്ടായില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ വേറെ ഏതെങ്കിലും റിലേറ്റീവിന് ഉണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് ഉണ്ടായല്ലോ എന്ന് ആലോചിച്ചിട്ടൊന്നും തന്നെ നമ്മൾ സ്ട്രെസ്ഡ് ആവാനായിട്ട് പാടില്ല. ഓവുലേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് ശരീരത്തിൽ സംഭവിക്കുന്ന ഒരു മാറ്റമാണ് കോർട്ടിസോളിന്റെ ലെവൽ ശരീരത്തിൽ കൂടുന്നത്. സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ നിങ്ങളുടെ ശരീരത്തിൽ കൂടുകയാണെങ്കിൽ അത് നമ്മുടെ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഡിക്രീസ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. ഓവുലേഷൻ നടക്കാനായിട്ടും പ്രഗ്നൻസിയുടെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന എല്ലാവർക്കും അറിയാം പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നതിനെ പറ്റിയിട്ട്. പ്രൊജസ്ട്രോൺ ആണ് എൻഡോമെട്രിയം ഷെഡ് ആവാതെയും പ്രഗ്നൻസി സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് കൊണ്ടുപോകാനും ഒക്കെ സഹായിക്കുന്ന ഹോർമോൺ. അതുകൊണ്ട് തന്നെ പല ഡോക്ടേഴ്സും നമുക്കൊരു സപ്ലിമെന്റ് ആയിട്ട് ഓവുലേഷൻ കഴിഞ്ഞിട്ട് എടുക്കാൻ തരുന്നതും പ്രൊജസ്ട്രോൺ ആണ്. ഈ പ്രൊജസ്ട്രോൺ നമ്മൾ സ്ട്രെസ് കൂടുന്നതിനനുസരിച്ചിട്ട് കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എൻഡോമെട്രിയൽ ലൈനിങ് ഷെഡായി പോവുകയും ഇംപ്ലാന്റേഷൻ ഫെയിൽ ആവുകയും കെമിക്കൽ പ്രഗ്നൻസി ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് നമുക്കുണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഓവറായിട്ട് നമുക്കുണ്ടാകുന്ന പ്രഗ്നൻസി സിംറ്റംസിനെ പറ്റിയിട്ട് നമ്മൾ കൺസേൺഡ് ആകാതിരിക്കുക. ഈവൻ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്ന സമയത്താണെങ്കിലും ഏർലി പ്രഗ്നൻസി സിംറ്റംസിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടാകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയുന്നത് തന്നെയാണ് നല്ലത്. നമ്മൾ ഇത്തരത്തിലുള്ള അവയർനെസ് കൊടുക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഒട്ടുമിക്ക ആളുകളും തന്നെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടാകും. വിയേർഡ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ലക്ഷണത്തിന് ഉദാഹരണമാണ് നമ്മുടെ നഖം ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോകുന്നത്, നമ്മൾ ദുസ്വപ്നങ്ങൾ കാണുന്നത്, നമ്മുടെ മുടികൊഴിച്ചിൽ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ മുഖക്കുരു ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമുക്ക് മുട്ടുവേദന ഉണ്ടാവുന്നത്, ഇടുപ്പ് വേദന ഉണ്ടാവുന്നതൊക്കെ ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള എന്നാൽ ഇപ്പോൾ പല സ്ത്രീകൾക്കും ഉണ്ടാകുന്ന പ്രഗ്നൻസി ലക്ഷണമാണ്. നേരത്തെ ഒരു 30% സ്ത്രീകൾക്ക് മാത്രമാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ഉണ്ടായതെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട്, ചേച്ചി ഞങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു, ബ്ലീഡിംഗ് പോലെ തന്നെ 2 ദിവസം ഉണ്ടായിരുന്നു, പക്ഷേ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവായി എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ എഫക്റ്റ് കൊണ്ടും അതുപോലെ നമ്മൾ വർക്കൗട്ടുകളൊന്നും ചെയ്യാതിരിക്കുന്നത് കൊണ്ടും പലർക്കും വിയേർഡ് ആയിട്ടുള്ള പ്രഗ്നൻസി സിംറ്റംസ് ഉണ്ടാവാറുണ്ട്. അതിനെപ്പറ്റി ഓവറായിട്ട് നമ്മൾ കൺസേൺ കൊടുക്കാതെ മാക്സിമം ബോഡിയെ റിലാക്സ് ആക്കി വിടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഒരുപാട് കൺസേൺഡ് ആവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ട് ചാൻസസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പ്രൊജസ്ട്രോൺ ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജുവലി നമുക്ക് എഗ്ഗിനും സ്പേമിനും എത്രത്തോളം ക്വാളിറ്റി ഉണ്ടോ, എത്രത്തോളം ക്വാളിറ്റിയിലാണോ നിങ്ങളുടെ എംബ്രിയോ ഫോം ആയത്, ഇതൊന്നും അവിടെ മാറ്റർ ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമുക്ക് എൻഡോമെട്രിയൽ ലൈനിങ് ഓട്ടോമാറ്റിക്കലി ഷെഡ് ആകും, പീരിയഡ്സ് നമുക്ക് ഉണ്ടാകും കേട്ടോ. അപ്പോൾ ക്വാളിറ്റി ഉള്ള ഒരു എംബ്രിയോ ആണ് നമുക്ക് നമ്മുടെ ചെയ്യുന്ന മിസ്റ്റേക്ക് കൊണ്ട് നഷ്ടമായി പോകുന്നത്. ആ കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 3 മിസ്റ്റേക്സും ചെയ്യാത്തവരായിട്ട് പലരും തന്നെ ഉണ്ടാവില്ല. ഒട്ടുമിക്ക ആളുകൾ ഈ മിസ്റ്റേക്സ് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാകും. അത് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ, അതായത് എന്താണ് നിങ്ങൾ പ്രഗ്നന്റ് ആകാനുള്ള റീസൺ എന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഇതുപോലെയുള്ള ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ എളുപ്പത്തിൽ കൺസീവ് ആകാൻ വേണ്ടിയിട്ട് ഈ മാറ്റങ്ങൾ നിങ്ങളെ സഹായിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക്
അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.